കാലടി സംസ്കൃത സർവകലാശാലയിലെ അധ്യാപക നിയമനം തടഞ്ഞ് ഗവർണർ. നിയമനം നിർത്തിവെക്കാൻ വിസിക്ക് ഗവർണർ നിർദ്ദേശം നൽകി. 2021 വിജ്ഞാപന പ്രകാരം നടത്താനൊരുങ്ങിയ നിയമനമാണ് തടഞ്ഞത്. സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിനും ബിജെപി സിൻഡിക്കേറ്റ് അംഗങ്ങളുമാണ് പരാതി നൽകിയത്. ഗോപാൽ ഷീലാസനിലുണ്ട് വിവരങ്ങളുമായി. ഗോപാൽ, ഈ നിവേദനം പരിഗണിച്ചുകൊണ്ടാണോ ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് ഗവർണർ നീങ്ങിയത്? എന്താണ് ലഭ്യമാകുന്ന വിവരങ്ങൾ? അത് തീർച്ചയായിട്ടും നിവേദനം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് ചാൻസലർ നീങ്ങിയിരിക്കുന്നത്. 2021 വിജ്ഞാപനം ചെയ്തിരുന്ന അധ്യാപക തസ്തികകൾ നടത്താനുള്ള നിയമനമാണ് ഇപ്പോൾ ഇതോടുകൂടി മരവിക്കപ്പെട്ടിരിക്കുന്നത്. തൽക്കാലം ഈ നിയമനങ്ങൾ നടത്തേണ്ടതില്ല എന്ന് താൽക്കാലിക വിസിയായിട്ടുള്ള ഗീതാകുമാരിക്ക് ചാൻസലർ കൂടിയായ ഗവർണർ നിർദ്ദേശം നൽകുകയായിരുന്നു. പ്രൊഫസർമാരുടെയും ഗസ്റ്റ് അധ്യാപകരുടെയും എണ്ണം വിദ്യാർത്ഥി അധ്യാപക അനുപാതത്തെക്കാൾ വളരെ കൂടുതലാണെന്നും വിദ്യാർത്ഥികൾ കുറഞ്ഞ യൂണിവേഴ്സിറ്റിയുടെ പ്രാദേശിക സെന്ററുകൾ അടച്ചുപൂട്ടണമെന്നുമുള്ള അക്കൗണ്ടന്റ് ജനറലിന്റെ കഴിഞ്ഞ വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ട് മറച്ചു വെച്ചുകൊണ്ടാണ് ഈ നിയമനം നടത്താൻ തീരുമാനിച്ചത് എന്നും സർക്കാരിന്റെ കാലാവധി കഴിയുന്നതിന് മുൻപ് തങ്ങളുടെ ഇഷ്ടക്കാരെ നിയമിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് ഇതിലൂടെ നടത്തിയത് എന്നതുമായിരുന്നു സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിനും സർവകലാശാലയിലെ ബിജെപി സിൻഡിക്കേറ്റ് അംഗങ്ങളും നൽകിയ പരാതിയിൽ പറഞ്ഞിരുന്നത്. ഈ പരാതി പരിഗണിച്ചുകൊണ്ട് നിയമന നടപടികൾ നിർത്തിവെക്കാൻ വിസിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിജ്ഞാപനം 5 വർഷം മുൻപുള്ളതായതുകൊണ്ട് പുനർവിജ്ഞാപനം അനിവാര്യമാണെന്നും ഈ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ കാര്യവും ചാൻസലർ പരിഗണിച്ചിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഗവർണർ താൽക്കാലിക വിസിക്ക് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകി കഴിഞ്ഞു. ഗോപാൽ ഷീലാസനൽ വിവരങ്ങൾ നൽകിയത്.